കാറ്റ് വീസും പൂ പോലെ അൻപ് നിലവും തുണയാകും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു നല്ലൊരു കലാകാരിനെ നമ്മൾ ഇതിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്കിന്നൊരു കലാകാരിനെ പരിചയപ്പെടുത്താം. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ചേച്ചിയുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഹലോ, എൻ്റെ പേര് മഹേശ്വരന്. കുഞ്ഞിക്കാലത്ത് വളർന്ന നാട് ആഞ്ചേരിയാന്ന്. അങ്ങനെ അറിയുന്ന വീട്ടിലേക്ക് ഞാൻ ഇന്ന് വീട്ടിൽ കൂടുതൽ ക്ഷണിക്കേണ്ടിട്ട് കത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ അന്നേരം ഞാൻ ഒരു പാട്ട് അവർക്ക് പാടി കാണിച്ചു തന്നതെന്ന്. എന്നാ ശരി പാടിക്കെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പാടിയതെന്ന് ഇവിടെ. അപ്പൊ ചേച്ചിയുടെ ഒരു പാട്ട് നമുക്ക് ഇപ്പൊ കേൾക്കാം. ഓക്കെ. കാറ്റ് വീസും പൂ പോലെ അൻപ് നിലവും തുണയാകും. நான் காத்து நின்னேன் பூத்து நின்னே உன்னை காணிலே. நான் பாடி வந்தேன் யாரு என்னை யோசனை அம்மா. அம்மாதி நிலவு நான் பாடும் துணையா. தாலாட்டு உன் போல மடிமேலியாம். தாய் போல பஞ்சம் சீராட்டனும் என்னோட நினைவு தாலாட்டனும். தாய் மானசு தாய் போലെയേ தாலாட்டும் அடிமேலே சீராட்டனும். என் அம்மாவி உன் மடில் தூங்க வேணும். காற்றாக நெஞ்சோடு கலந்த பின்னே யாரென்று முகமென்று தேடவில்லை. அம்மா என்று தாய் பாசமா தாயாக நான் வந்தேனே. பூமால தந்தா பூ போலையா என்னோட மனசு நினைவாகுதே. அம்மா என்னும் சீராட்டனும் தாய் மாடில் நான் சுமந்து தூங்க வேணும். என் அம்மாவே உன்னையே தேட வேணும். 10 மாசம் சொந்தே பெத்தே தாய் போலே நீராட்டனும். அம்மா என்று தாலாட்டுதே ஆராரமோ தாங்கலியே. காற்று வீசும் பூ போலே அன்பு நிலவும் துணையாகும். நான் காத்து நின்னேன் பூத்து நின்னேன் காணவில்லையா. என் பார்வதியே அன்பு போல நிலவிறந்தம்மா. அம்மாவி நினவா நான் பாடும் துணையா. കാറ്റാക നെഞ്ചോട് സ്വന്തേതനാ. ചേച്ചി ഇതിനു മുന്നേ എവിടെയെങ്കിലും പാട്ട് പഠിക്കാൻ അങ്ങനെ എന്തെങ്കിലും ചേർന്നായിരുന്നു? പാട്ടൊന്നും പഠിക്കാൻ പോയിട്ടില്ല. സ്വന്തമായിട്ട് ഞാൻ തന്നെ വീട്ടിൽ നിന്ന് വെറുതെ ആരും വർത്താനം പറയാൻ ആളിലേക്ക് ഓരോരോ പണിയിലുള്ളപ്പോ ഒറ്റയ്ക്ക് ഞാൻ തന്നെ പാടുന്ന പാട്ടായത്. മലയാളം പാട്ടുകൾ ഏതെങ്കിലും ചേച്ചി ഇങ്ങനെ പാട്ടുകൾ ഒന്നും അറിഞ്ഞൂടാ. പിന്നെ തമിഴ് ഇങ്ങനെ ഞാൻ തന്നെ അമ്മേനെ കുറിച്ചുള്ള പാട്ട്, പിന്നെ വീട്ടിലെ മക്കളെ കുറിച്ചുള്ള പാട്ട് ഇങ്ങനെ ഞാൻ തന്നെ ശേഖരിച്ച് പാടുക. ഇതൊക്കെ എവിടുന്നാണ് കിട്ടുന്ന പാട്ടുകളൊക്കെ? ഞാൻ തന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ ശേഖരിച്ചിട്ട് പാടും ഒറ്റയ്ക്ക്. ചേച്ചി തന്നെയാണോ ഈ പാട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ നാട്ടില് ഇത്രയും കഴിവുള്ള ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ പല ആളുകളും അറിയപ്പെടുന്നില്ല. അതായത് നല്ല കഴിവുള്ള ആളുകൾ ഇങ്ങനെ ഇത്തരം മീഡിയകളിലൊക്കെ വന്ന് അറിയപ്പെടേണ്ടതാണ്. അപ്പൊ ചേച്ചീനെ പോലെയുള്ള ആൾക്കാർ ഈ ഒരു ഇപ്പൊ ഉള്ള ഈ ഒരു സ്കില്ല് ഒന്ന് ഒരുപാട് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പാട്ടാണ് ചേച്ചി പാടിയത്. അപ്പോ ഓൾ ദി ബെസ്റ്റ്.